നമ്മൾ ഇന്ന് പഠിക്കുന്നത് മെറ്റേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മാതൃത്വം എന്നാണ് അർത്ഥം. മാതൃത്വത്തിൽ കൂടി ഒരു അഭയാർത്ഥി കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ അഭയാർത്ഥികളെന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്നുള്ളത് ഇവിടെ ഈ കഥാകൃത്ത് പറഞ്ഞു തരികയാണ് നമ്മളോട്. മെറ്റേണിറ്റി എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. മെറ്റേണിറ്റി ലിലിക്ക നാക്കോസ് എന്ന് പറയുന്നൊരു റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. അവർ ഗ്രീക്ക് നോവലിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഷീ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് വുമൺ റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ഗ്രീക്ക് പ്രോസ് ആൻഡ് ഫോർ മെനി ഇയേഴ്സ് ദ ഓൺലി വിമൺ ഇൻ ഗ്രീക്ക് ജേർണലിസം. ഒരുപാട് കാലം ഗ്രീക്ക് സാഹിത്യത്തിലുണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീ അവരായിരുന്നാണ് പറയുന്നത്. She is best remembered for her story collection, The Children's Inferior Stories, The Great Feminine in the Greece. One of the best known novels, Lost Soul. അവരുടെ ഏറ്റവും നല്ല നോവൽ എന്ന് പറയുന്നത് ലോസ്റ്റ് സോൾ എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ മെറ്റേണിറ്റിയിലേക്ക് കടക്കാം. Empathizing with the suffering of our fellow beings will help us create a world of peace and love. നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ മനുഷ്യരും ചെയ്യേണ്ട കാര്യം. മറ്റുള്ളവരുടെ വേദന കാണുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടോട്ടി എയർപോർട്ടിലൊക്കെ ആളുകൾ ചെയ്ത് കണ്ടില്ല, അവർ കൊറോണ പോലും വകവയ്ക്കാതെ ആളുകളെ സഹായിക്കാൻ വേണ്ടി പോയില്ലേ. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് കഥാകൃത്ത് പറയുന്നത്. But do we always nurture such values in our life? But do we always nurture, വളർത്തുന്നുണ്ടോ? നമ്മുടെ സംസ്കാരത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. It was more than a month since they were at Marseilles. ഒരു മാസത്തിലധികമായിട്ടുണ്ടാവും അവർ മേഴ്സൈൽസിൽ എത്തിയിട്ട്. ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ്. അർമേനിയയിൽ നിന്നുള്ള ഒരുപാട് അഭയാർത്ഥികളുടെ ഒരു ക്യാമ്പാണിത്. ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്. ആ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾക്കാണ് ഔട്ട്സ്കേർട്സ് എന്ന് പറയുക. അവിടെ ഇപ്പോൾ തന്നെ കാണാൻ ഒരു കൊച്ചു ഗ്രാമം പോലെയുണ്ട്. ദേ ഹാഡ് സെറ്റിൽഡ് ഡൗൺ ഇൻ എനി വേ ദേ കുഡ്. അവർക്ക് പറ്റുന്ന രീതിയിൽ അവിടെ എവിടെയൊക്കെ ടെൻറ്റൊക്കെ അടിച്ചിട്ടൊക്കെ താമസിക്കുകയാണ്. ദ റിച്ചസ്റ്റ് അണ്ടർ ടെൻറ്റ്സ്. അത്യാവശ്യം പണമുള്ള ആളുകളൊക്കെ നല്ല ടെൻറ്റിൻ്റെ അടിയിൽ താമസിക്കുന്നു. ദ അതേഴ്സ് ഇൻ ദ റൂയിൻഡ് ഷെഡ്സ്. അല്ല, വലിയ പണമൊന്നുമില്ലാത്ത ആളുകളാണ്, പാവപ്പെട്ട ആളുകളൊക്കെ തകർന്നടിഞ്ഞിട്ടുള്ള ഷെഡുകളുടെ കീഴെയാണ് താമസിക്കുന്നത്. ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് ഹാവിങ് ഫൗണ്ട് നത്തിങ് ബെറ്റർ. കൂട്ടത്തിൽ കൂടുതൽ ആളുകളും പാവപ്പെട്ട ആളുകളാണ്. റെഫ്യൂജീസ് എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ തന്നെ കഴിയാൻ പറ്റാത്തത് കൊണ്ട്, യുദ്ധം കൊണ്ടോ പട്ടിണി കൊണ്ടോ ക്ഷാമം കൊണ്ടോ ഒക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകളാണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അവരിൽ ഭൂരിഭാഗവും പാവപ്പെട്ട ആളുകളായിരുന്നു. were sheltered under carpets, help up the four corners by stick. 4 മൂലയ്ക്ക് വടിയടിച്ചിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ചൂടെ കഴിഞ്ഞുകൂടുകയാണ് ബാക്കി അവിടെയുള്ള ആളുകളൊക്കെ. ദേ തോട്ട് ദംസെൽഫ് ലക്കി. അവർ വിചാരിക്കുന്നത് തങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ്. ഇഫ് ദേ കുഡ് ഫൈൻഡ് എ ഷീറ്റ് ടു ഹാങ് അപ്പ് അറ്റ് ദ സൈഡ് ആൻഡ് വാൾ ദം ഫ്രം പിയറിങ് ഐസ്. എന്തായാലും അതിൽ സ്ത്രീകൾക്കൊക്കെ കുറച്ചെങ്കിലും സുരക്ഷിതമായി ഒളിഞ്ഞു നോക്കുന്ന കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു ഒളിയും മറയും തന്നെയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതാണ് അത് കിട്ടിയ ആളുകൾ വിചാരിക്കുന്നത്. ദെൻ ദേ ഫെൽറ്റ് ഓൾമോസ്റ്റ് അറ്റ് ഹോം. അത് തന്നെ മതി അവർക്ക്, ഒരു സ്വർഗമാണ്. ഈ 4 ഭാഗത്തും കമ്പിൻ്റെ മേലെ ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ ഉള്ളിൽ കുറച്ച് അങ്ങനെ അവരുടെ കയ്യിലുള്ള തകർന്ന തകരയുമൊക്കെ വലിച്ചു കെട്ടി അതിൽ കഴിഞ്ഞുകൂടുകയാണ് കുറേ പാവപ്പെട്ട മനുഷ്യർ. ദ മെൻ ഫൗണ്ട് വർക്ക് നോ മാറ്റർ. ആണുങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ദാറ്റ് ഇൻ എനി കേസ് ദേ were not racked with hunger and. അതുകൊണ്ട് തന്നെ പട്ടിണിയില്ലാതെ, റാക്ക് എന്ന് പറഞ്ഞാൽ ട്രബിൾ, കുഴപ്പം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ കഴിഞ്ഞു പോകുന്നുണ്ട്, പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ദ ചിൽഡ്രൻ ഹാഡ് സംതിങ് ടു ഈറ്റ്. അങ്ങനെ ആണുങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും ജോലി ലഭിക്കുന്നത് കൊണ്ട് അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് ഓൾ ഓഫ് ദം
അപ്പോൾ നമ്മൾ ഇതുവരെ കേന്ദ്ര കഥാപാത്രത്തിലെത്തില്ല. ഇവരുടെ ഇടയിലാണ് നമ്മുടെ മിക്കാലി എലോൺ കുഡ് ഡു നത്തിങ്. പാവം ഒരു കൊച്ചുകുട്ടി അതാ അവിടെ നിൽക്കുന്നു, അവനൊന്നും ചെയ്യാനില്ല അവിടെ. ഹി എയ്റ്റ് എ സ്റ്റെയിൽ ബ്രെഡ്, ഒരു പഴകിയ ബ്രെഡിൻ്റെ കഷണം അവൻ അവിടുന്ന് കഴിക്കുന്നുണ്ട്. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴകിയ. വിച്ച് ഹിസ് നെയ്ബേഴ്സ് കെയർഡ് ടു ഓഫർ ആൻഡ് ഇറ്റ് വെയിറ്റ് ഓൺ ദം. ക്ഷാമമുണ്ടാകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുക കുട്ടികളെയും സ്ത്രീകളെയുമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെയും ഈ പാവപ്പെട്ട കൊച്ചുകുട്ടിക്ക് ആരോ കൊടുത്തതാണ് ഒരു പഴയ ബ്രെഡിൻ്റെ കഷ്ണം, അതാണ് അവൻ കഴിക്കുന്നത്. പിന്നെ അവൻ്റെ ചുമലിൽ ഒരു വലിയ ഭാരവുമുണ്ട്. വെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുകയാണ്. ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14. കൗമാരപ്രായക്കാരനായ ഒരു കുട്ടിയാണ് അവൻ. ഏകദേശം 14 വയസ്സ് പ്രായമുണ്ടവൻ. ലാഡ് എന്ന് പറഞ്ഞാൽ പയ്യനാണ്. ഹെൽത്തി ആൻഡ് റോബസ്റ്റ്, നല്ല ആരോഗ്യമുണ്ട്, നല്ല പുഷ്ടിപ്പുള്ള ശരീരമൊക്കെയാണ് അവനുള്ളത്. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് വെൻ ഹി ലിറ്ററലി ബോ ഓൺ ഹിസ് ബാക്ക് ദ ബേർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവൻ ഇത്രയും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോയിക്കൂടെ. പക്ഷേ അവൻ എങ്ങനെ ജോലി എടുക്കാൻ സാധിക്കും? അവൻ്റെ ചുമലിൽ ഒരു നവജാത ശിശു, പുതുതായി ജനിച്ച കുട്ടിയാണ് നവജാത ശിശു എന്ന് പറയുക. അവൻ്റെ ചുമലിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും തോളിൽ ചുമന്നുകൊണ്ട് അവൻ എങ്ങനെയാണ് ജോലിയെടുക്കാൻ പറ്റുക? സിൻസ് ഹിസ് ബർത്ത്, അവൻ്റെ ജനനം മുതൽ, വിച്ച് ഹാഡ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത്, അതെ, ജനിച്ചപ്പോൾ അവൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മിക്കാലിക്ക് അവനെ നോക്കേണ്ടതായിട്ട്, ആ കൊച്ചു കുഞ്ഞിനെ നോക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലെയിമിങ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്. അവനെന്താണ് അവൻ്റെ കടമയായിട്ട് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ത്? ഈ കൊച്ചു കുഞ്ഞിനെ രാവും പകലും അവൻ തന്നെ നോക്കുന്നു എന്നുള്ളത്. പട്ടിണി കിടന്നിട്ടും അവൻ നോക്കുകയാണ്. ഫാമിഷ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുകയാണ്. മോൺ ടിൽ നൈറ്റ്, രാവിലെ മുതൽ രാത്രി വരെ. വെയിൽ എന്ന് പറഞ്ഞാൽ കരയുക. ഹു കുഡ് ഹാവ് ആക്സെപ്റ്റഡ് മിക്കാലി സർവീസസ് വെൻ ഹിസ് ഓൺ compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night. ആർക്കാണ് ഇവനെ സഹിക്കാൻ വേണ്ടി പറ്റുക? എന്താണ് കാരണം എന്ന് വെച്ചാൽ മിക്കാലിയുടെ ചുമലിൽ എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വിശന്നാൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കുട്ടിക്ക് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ല, മിക്കാലിക്കും മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇവന് ജോലി കൊടുക്കാനോ സഹായിക്കാനോ പറ്റില്ല. ആ കൊച്ചു കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവനെ താമസിപ്പിക്കാൻ ആർക്കും പറ്റുമായിരുന്നില്ല. അങ്ങനെ കരയുന്നത് ആളുകൾക്ക് ഇഷ്ടമില്ലായിരുന്നു. കമ്പാട്രിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആളുകളാണ്. ക്വാർട്ടേഴ്സ് ബിക്കോസ് ദേ വർ അണേബിൾ ടു ബിയർ, അവർക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അൺഇൻട്രപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ നിൽക്കാതെ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹോൾസ് എന്ന് പറഞ്ഞാൽ നിലവിളിയാണ്. വിച്ച് കെപ്റ്റ് ദം അവേക്ക് അറ്റ് നൈറ്റ്, രാത്രിയിൽ പോലും അവർക്ക്, പാവപ്പെട്ട ആളുകൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് കയറ്റി വന്നൊന്ന് കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ഈ കുഞ്ഞ് കരയുന്നത്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. മിക്കാലി ഹിംസെൽഫ് വാസ് ഡേയ്സ്ഡ് ബൈ ദീസ് ക്രൈസ്, മിക്കാലിക്കും അങ്ങനെ വലിയ രീതിയിലൊന്നും കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി, അവൻ്റെ തല ശൂന്യമായിരുന്നു. ഹി വാണ്ടഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ, അതായത് കാര്യമായിട്ട് ഉറക്കവും ഭക്ഷണവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു അനാഥ പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ലോസ്റ്റ് സോൾ. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വെയറിനെസ്, ക്ഷീണം കൊണ്ടും ഉറക്കമില്ലായ്മ കൊണ്ടും അവനിപ്പോൾ മരിച്ചു പോകുന്നുള്ള നിലയിലാണ്. ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട് വിത്ത് ഹിം ഡെഫനിങ് ബേർഡൻ ദാറ്റ് ഹി ഹാഡ് ബീൻ ബോൺ ഹിസ് മിസ്ഫോർച്യൂൺ, അവൻ്റെ ചുമലിൽ ഒരു നിർഭാഗ്യവാനായ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൺ ആൻഡ് ദാറ്റ് ഹാഡ് സോ ബാഡ്ലി ചോസൺ ദ മൊമെൻറ്റ് ടു അപ്പിയർ ഓൺ ദിസ് എർത്ത്, വളരെ മോശപ്പെട്ട സമയത്താണ് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എവരിബഡി ലിസൺ ടു ഇറ്റ് വിത്ത് ഇറിറ്റേഷൻ, എല്ലാവരും ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് അവർ അസഹനീയമായിട്ടാണ് കേൾക്കുന്നത്. ദേ ഹാഡ് സോ മെനി ട്രബിൾസ് ഓഫ് ദ ഓൺ, ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ദേ വിൽ പിറ്റിഫുള്ളി വിഷ്ഡ് ഇറ്റ് വുഡ് ഡൈ, ആളുകൾ പലപ്പോഴും ആഗ്രഹിക്കുകയാണ് ഈ നശിച്ച കുഞ്ഞ് തങ്ങളുടെ വീടിൻ്റെ അടുത്ത് കയറി ഇങ്ങനെ കരയുമ്പോൾ തങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുകയാണ്. പിറ്റിഫുള്ളി എന്ന് പറഞ്ഞാൽ ദയാപൂർവമാണ്.
ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ആ കുഞ്ഞ് ജീവിച്ചു. ഫോർ ദ ന്യൂ ബോൺ ചൈൽഡ് സോട്ട് ഡെസ്പറേറ്റ്ലി ടു ലിവ്. അത് എന്താണ്, നിരാശയോടുകൂടി കരഞ്ഞുകൊണ്ടേയിരുന്നു. സീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോട്ട്. ആൻഡ് ക്രൈ ലൗഡർ ഹിസ് ഫാമിഷ്ഡ് സേറ്റ്. പട്ടിണി കോലമായ ആ കുഞ്ഞ് അങ്ങനെ അതിൻ്റെ മിക്കാലിയുടെ ചുമലിലുള്ള ഭാണ്ഡത്തിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. ദ ഡിസ്ട്രാക്റ്റഡ് വുമൺ സ്റ്റഫ്ഡ് ദ ഇയേഴ്സ്. ഇതെല്ലാം കേട്ടിട്ട് സംഭ്രമിച്ചിട്ടുള്ള, ഇതെല്ലാം കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദ ഇയേഴ്സ് ആൻഡ് മിക്കാലി വാണ്ടേഡ് അബൌട്ട് ലൈക്ക് എ ഡ്രങ്കൺ മാൻ. ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനെ പോലെയാണ് മിക്കാലി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് നടക്കുകയാണ്. ഹി ഹാഡിൻറ്റ് എ പെന്നി ഇൻ ഹിസ് പോക്കറ്റ്. അവൻ്റെ പോക്കറ്റിൽ ഒരു നാണയം, പെന്നി എന്ന് പറഞ്ഞാൽ ഒരു നാണയം പോലും അവൻ്റെ കയ്യിലില്ല. ടു ബൈ ദ ഇൻഫാൻറ്റ് മിൽക്ക്. ആ കരയുന്ന കുഞ്ഞിന് മുലപ്പാൽ കിട്ടുന്നില്ല. മുലപ്പാൽ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞാണ്. എന്നാൽ അതിന് വേറെ വല്ല പശുവിൻ പാലോ അങ്ങനെ എന്തെങ്കിലും പാല് വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ അവൻ്റെ കയ്യിൽ പൈസയുമില്ല. ആൻഡ് നോട്ട് വൺ വുമൺ ഇൻ ദ ക്യാമ്പ് വാസ് ഇൻ എ പൊസിഷൻ ടു ഗീവ് ഇറ്റ് ദ ബ്രസ്റ്റ്. വേറെ ഏതെങ്കിലും മുലപ്പാൽ കൂട്ടുന്ന സ്ത്രീക്ക് കുറച്ച് മുലപ്പാൽ കൊടുത്ത് മിക്കാലിയുടെ ചുമലിലുള്ള കുഞ്ഞിനെ സഹായിക്കാനോ പറ്റുന്നില്ല. അവരും അത്ര മോശം കണ്ടീഷനിലാണുള്ളത്, അവസ്ഥയിലാണുള്ളത്. ഇനഫ് ടു ഡ്രൈവ് വൺ മാറ്റ്. ഇതൊക്കെ ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാൻ ധാരാളം മതി. അങ്ങനെ ഒരു ലക്കും ലഗാനുമില്ലാതെ മിക്കാലി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. വൺ ഡേ അണേബിൾ ടു ബെയർ ഇറ്റ് ഫർദർ. ഒരു ദിവസം അവനത് അധികം സഹിക്കാൻ പറ്റാതായി. മിക്കാലി വെൻറ്റ് ടു ദ അതർ സൈഡ് ഓഫ് ദ പ്ലേസ്. ആ ക്യാമ്പിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അവൻ പോയി. വേർ ദ അനറ്റോളിയൻസ്. അവിടെ അനറ്റോളിയൻസ്, അതായത് ഇൻഡോ യൂറോപ്യൻ സങ്കരമായിട്ടുള്ള ഒരു വർഗ്ഗമാണ് ഈ അനറ്റോളിയൻസ് എന്ന് പറയുന്നത്. ദ ഓൾസോ ഹാഡ് ഫ്ലഡ് ഫ്രം ദ ടർക്കിഷ് മസാക്കേഴ്സ് ഇൻ ഏഷ്യ മൈനർ. ഏഷ്യയുടെ അതിർത്തി ഭാഗമാണ് ഈ ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ടർക്കിഷ് മസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല നടത്തുന്ന ആളുകളെ പേടിച്ച് വന്നിട്ടുള്ള ആളുകളാണ് ഈ അനാറ്റോളിയൻസ്. മിക്കാലി ഹാഡ് ബീൻ ടോൾഡ് ദാറ്റ് ദർ വാസ് എ നഴ്സിംഗ് മദർ. മിക്കാലി ആരോ പറഞ്ഞു കേട്ടു അവിടെ ഒരു ഈ മുലയൊക്കെ കൂട്ടുന്ന ഒരു അമ്മ, ഒരു നഴ്സിംഗ് മദർ ഉണ്ട് എന്നുള്ളത് ആരോ പറഞ്ഞവൻ കേട്ടു. ദ ഹൂ മൈറ്റ് ടേക്ക് പിറ്റി ഓൺ ഹിസ് ബേബി. ചിലപ്പോൾ ആ സ്ത്രീ തൻ്റെ ചുമലിലുള്ള തൻ്റെ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട്, ആണോ പെണ്ണോ എന്നുള്ളത് ഇവരോട് പറഞ്ഞിട്ടില്ല, ഹിസ് ബേബി, അവനോട് കുറച്ച് ദയ കാണിച്ചാൽ. സോ ഹി വെൻറ്റ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ പോകാൻ വേണ്ടി തയ്യാറെടുത്തു. ഫുൾ ഓഫ് ഹോപ്പ്, വലിയ പ്രതീക്ഷയോട് കൂടിയാണ് മിക്കാലി അങ്ങോട്ട് പോകുന്നത്. ദ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ് ദ സെയിം മൈസറി. ലോകത്തെവിടെയായാലും അഭയാർത്ഥി ക്യാമ്പുകൾക്കൊക്കെ ഒരേ അവസ്ഥയേ ഉള്ളൂ. അതേ തരത്തിലുള്ള ദുരിതം നിറഞ്ഞിട്ടുള്ളതാണ്, മൈസറി ആയിട്ടുള്ളതാണ്, ദുരിതം നിറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ക്യാമ്പും. ഓൾഡ് വുമൻ വർ ക്രൗച്ച്ഡ് വൺ പാലറ്റ്സ്. നമ്മുടെ വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ, കുറച്ച് സ്ത്രീകളുണ്ട് അവിടെ. എന്താണ് ചെയ്യുന്നത്? കുതിക്കുന്നുണ്ട്. അവിടെ അവർ കുതിർക്കുകയാണെന്ത്, നമ്മുടെ വൈക്കോൽ പാലറ്റ്സ് അവർ ഓൺ ദ ഗ്രൗണ്ട്, നിലത്തിങ്ങനെ വിരിക്കുകയാണെന്ന് തോന്നുന്നു. ബെയർ ഫൂട്ടഡ്, അവരുടെ കാലിൽ ചെരുപ്പൊന്നുമില്ല. ചിൽഡ്രൻ പ്ലേറ്റ് അബൌട്ട് ഇൻ പൂൾസ് ഇൻ ഡേർട്ടി വാട്ടർ. പന്നിക്കുഞ്ഞുങ്ങളെ പോലെ കുട്ടികളും അവിടെ ചളിവെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേർട്ടി വാട്ടർ, ചളിവെള്ളത്തിൽ. പൂൾസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് കുളം എന്നൊക്കെയാണ് അർത്ഥം. ആസ് ഹി അപ്രോച്ച്, അവൻ അവിടെ എത്തിയ സമയത്ത് സെവറൽ ഓൾഡ് വിമൻ റോസ് ടു ആസ്ക് വാട്ട് ഹി വാണ്ടഡ്. കുറേ പ്രായമായ സ്ത്രീകൾ അവനോട് ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് എന്നുള്ളത്. ബട്ട് ഹി വാക്ക്ഡ് ഓൺ ആൻഡ് സ്റ്റോപ്ഡ് ഓൺലി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ടെൻറ്റ്. അവർ ചോദിച്ചതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു പ്രത്യേക ടെൻറ്റ്, ആ സ്ത്രീയുടെ ആ നഴ്സിംഗ് മദറിൻ്റെ ടെൻറ്റിൻ്റെ മുന്നിലെത്തുന്നവരെ അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദ ടെൻറ്റ് കെയിം ദ സൗണ്ട് ഓഫ് എ വെയിലിംഗ് ഇൻഫാൻറ്റ്. അകത്ത് നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന സൗണ്ട് അവൻ കേട്ടു ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. ഹാവ് പിറ്റി ഓൺ ദീസ് പുവർ ഓഫൺ. ഈ അനാഥനായ കുഞ്ഞിനോട് കുറച്ച് ദയ കാണിക്കണേ എന്ന് മിക്കാലി വിളിച്ചു പറഞ്ഞു. ഗീവ് ഹിം എ ലിറ്റിൽ മിൽക്ക്. അവന് കുറച്ച് പാല് കൊടുക്കണമേ. ഐ ആം എ പുവർ അർമേനിയൻ. ഞാനൊരു പാവപ്പെട്ട അർമേനിയക്കാരനാണെന്ന് അവൻ പറഞ്ഞു. ഹീ സെറ്റ് ഇൻ ഗ്രീക്ക് ഭാഷയിലാണ് അവൻ സംസാരിച്ചത്. അറ്റ് ദിസ് അപ്പീൽ എ ലവ്ലി
ഡാർക്ക് വുമൺ അപ്പിയർഡ്. ഈ സന്ദർഭത്തിൽ ഇത് കേട്ടുകൊണ്ട് നമുക്ക് സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിൽ ഒരു അമ്മയുടെ രൂപഭാവങ്ങളോടൊക്കെ കൂടിയുള്ള ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഷീ ഹെൽഡ് ഇൻ ഹെർ ആംസ് ആൻ ഇൻഫൻറ്റ്. അവരുടെ കയ്യിൽ ആൾറെഡി ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു. ബ്ലിസ്ഫുള്ളി സക്കിങ് ദ മെറ്റേണൽ ബ്രസ്റ്റ്. ആ കുഞ്ഞ് അവരുടെ മാറിടത്തിൽ നിന്ന് മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ്. കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് പകുതി കണ്ണടച്ചിട്ടാണ് കുടിക്കുക. അതുപോലെ ആ കുഞ്ഞും പകുതി കണ്ണടച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ ദ കിഡ്സ്. നമുക്ക് ഞാനൊന്ന് നോക്കട്ടെ ആ കുഞ്ഞിനെ എന്ന് അവർ പറഞ്ഞു. ഈസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ? ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അവർ ചോദിച്ചു. മിക്കാലീസ് ഹാർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ്. എന്തൊക്കെയായാലും ആരെങ്കിലും അവന് പാല് കൊടുക്കാൻ തയ്യാറായല്ലോ എന്നാലോചിച്ചിട്ട് മിക്കാലിയുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. സെവറൽ നൈബേഴ്സ് ഹാഡ് കം ക്ലോസർ. ഒരുപാട് അയൽവാസികൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. ടു സീ ആൻഡ് ദേ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് ഫ്രം ഹിസ് ഷോൾഡേഴ്സ്. അവൻ്റെ ഷോൾഡേഴ്സിലുള്ള ബാണ്ടത്തിലാണ് ആ കുഞ്ഞുള്ളത്. അതിൽ നിന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടി. വേർ ദ ബേബി ബ്രദർ വാസ് ഹെൽഡ്. യെസ്, അപ്പോൾ അതേ ആൺകുഞ്ഞാണത്. ആ ആൺകുഞ്ഞിനെ പുറത്തെടുക്കുവാൻ വേണ്ടി. വിത്ത് ക്യൂരിയോസിറ്റി ദേ ലേൺഡ് ഓവർ. എന്നിട്ട് അവർ ശ്രദ്ധിക്കാൻ നോക്കി. അവരുടെ ആ ഒരു ജിജ്ഞാസയോടുകൂടി താല്പര്യത്തോടുകൂടി. ഹീ ഡ്രൂ ബാക്ക് ദ കവർ. അവൻ്റെ ബാണ്ടക്കെട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തെടുത്തു. ദ വിമൻ ഗേവ് വെൻറ്റ് ടു വേരിയസ് ക്രൈസ് ഓഫ് ഹർ. ആളുകൾ പേടിച്ച്, ആ സ്ത്രീകളൊക്കെ പേടിച്ച് കരയാൻ വേണ്ടി തുടങ്ങി. എന്താണ്, ഒരു ചെകുത്താനെ കണ്ട പോലെയാണ് അവർ കരയുന്നത്. വെൻറ്റ്, VENT, വെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ്വാരമാണ്. വേരിയസ് ക്രൈസ് ഓഫ് ഹൊറർ, പേടിച്ചിട്ട് കരയുകയാണ്. ദ ചൈൽഡ് ഹാഡ് നോ ലോങ് എനിത്തിങ് അബൌട്ട് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്. ആ കുഞ്ഞിനെ കണ്ടാൽ മനുഷ്യൻ്റെ കുഞ്ഞുമായിട്ട് യാതൊരു രൂപസാദൃശ്യവുമില്ല. അത്രയ്ക്ക് വികൃതമായൊരു രൂപമാണ് ആ കുഞ്ഞിനെന്ന് പറയുന്നത്. ദ ഹെഡ് ഹാഡ് ബിക്കം എനോറമസ്. വലിയ തലയാണുള്ളത്, വലിയ തല. എനോറമസ് ആൻഡ് ദ ബോഡി ഓഫ് ആൻ ഇൻക്രെഡിബിൾ തിന്നസ്. അതിൻ്റെ ശരീരമാണെങ്കിലും അത്രയും മെലിഞ്ഞു പോയിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ ഈ പട്ടിണിയൊക്കെ കിടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ ശരീരമൊക്കെ ഈ രൂപത്തിലൊക്കെയാണ് ഉണ്ടാകുക. നമ്മൾ എൻഡോസൾഫാൻ ബാധിതമായ സ്ഥലങ്ങളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ കണ്ടില്ല, വലിയ വീർത്ത വയറും തലയും ഒക്കെ ആയിട്ടുള്ള. അതുപോലെയാണ് ഈ കുഞ്ഞിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ളത്. വാസ് ഓൾ ഷ്രിവൽഡ് അപ്പ്. എല്ലാവരും ആ കുഞ്ഞ് മൊത്തത്തിൽ എന്താണ്, ശോഷിച്ചു പോയിരിക്കുകയാണ്. ഷ്രിവൽഡ് എന്ന് പറഞ്ഞാൽ ശോഷിച്ചു പോകുക. ആസ് അൺടിൽ ദെൻ ഇറ്റ് ഹാഡ് സക്ഡ് ഓൺലി ഇറ്റ്സ് തമ്പ്. അത് എന്താണ് ചെയ്യുന്നത്, അത് മുലപ്പാൽ ലഭിക്കാത്തതുകൊണ്ട് അതിൻ്റെ വിരലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ്. ഇറ്റ് വാസ് ഓൾ സ്വോളൻ. ആ വിരലിങ്ങനെ അത് നക്കിയിട്ട് ആ വിരളിപ്പോൾ നന്നായി വീങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പെരുവിരൽ തമ്പ്. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. അതിഭയങ്കരമായിരുന്നു അത് ആ കുഞ്ഞിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. മിക്കാലി തന്നെ ആ കുഞ്ഞിനെ അധികം കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ തോളിലിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അവൻ തന്നെ പേടിച്ചു പോയി. ഫ്രൈറ്റ്, ഭയം. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം എവേ. എല്ലാവരും അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ചേസ്ഡ്, വേട്ടയാടി ഓടിച്ചു വിട്ടു. ത്രട്ടണിങ്, അവനെ ഭീഷണിപ്പെടുത്തി. ഹിസ് ഐസ് ഫീൽഡ് വിത്ത് ടിയേഴ്സ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഹി വെൻറ്റ് ഓഫ്. അവൻ അവിടുന്ന് പോയി. ബെയറിങ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇൻ ഇറ്റ്സ് ഹങ്കർ. എപ്പോഴും ആ കുഞ്ഞ് കരയുകയായിരുന്നു, പട്ടിണി കൊണ്ട് കരയുകയായിരുന്നു. ദർ വാസ് നത്തിങ് ടു ബി ഡൺ. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവിടെ. ദ ചൈൽഡ് വാസ് കണ്ടംപ്ഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ഈ നിർഭാഗ്യവാനായ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണെന്ന് അവൻ ചിന്തിച്ചു. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിയോഗിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഹങ്കർ എന്ന് പറഞ്ഞാൽ പട്ടിണി. മിക്കാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. അവന് തോന്നി താൻ അങ്ങേയറ്റം ഒറ്റപ്പെട്ടവനാണ്, തന്നെ ആരും സഹായിക്കാനില്ല എന്നാണ് അവന് തോന്നിയത്. എ ചിൽ ran up in his spine at the thought that he was carrying such an unlucky child. എ ചിൽ എന്ന് പറഞ്ഞാൽ മരവീപ്പയാണ്. എ ചിൽ റാൻ